വേറൊരു കാര്യം കൂടി മോഹൻലാൽ പറയുന്നു ഞാൻ പവർ ഗ്രൂപ്പിൽ ഇല്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ പവർ ഗ്രൂപ്പ് ആരാണ്? പ്രധാനപ്പെട്ട താരങ്ങൾ കൂടി ചേർന്ന് ആ പവർ ഗ്രൂപ്പാണ് പ്രവർത്തിക്കുന്നത്. ആര് വേണം ആര് വേണ്ട എന്ന് നിശ്ചയിക്കുന്നവരാണ് എന്നുള്ളതാണല്ലോ ഇപ്പോൾ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന മൊഴി. മനസ്സിലായി സ്മൃതി. ഞാൻ ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചാലേ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ നമ്മൾ പ്രധാനപ്പെട്ട സംഘടനകൾ എടുത്തു നോക്കാം. ഞാനിത് എനിക്കും അറിയാം ഈ പവർ ഗ്രൂപ്പിന്റെ പേര് 15 പേരുടെ എണ്ണം പറയൂ എന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. പക്ഷേ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ, നമ്മൾ ലോജിക്കലായിട്ട് ആലോചിക്കുമ്പോൾ ഈ ഒരുപാട് സംഘടനകളുടെ തലപ്പത്ത് ഇരിക്കുന്നവരെല്ലാം കുറെ പേരൊക്കെ ഒന്ന് തന്നെ. ചേമ്പറിലിരിക്കുന്നവരും എക്സിബിറ്റേഴ്സും ഫെസ്കേലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഒന്നൊക്കെ എല്ലാരും ഒക്കെ ഒന്നാ. പിന്നെ മലയാള സിനിമയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഐക്യമുണ്ട് മലയാള സിനിമയില്. അത് വളരെ സാധാരണ നമുക്കിപ്പോ ഒരു തമിഴ് സിനിമയിലോ അല്ലെ തെലുങ്ക് പല പല ഗ്രൂപ്പുകൾ കാണും. അപ്പൊ ഒരു ഗ്രൂപ്പ് ഒഴിവാക്കിയാൽ മറ്റേ ഗ്രൂപ്പ് എടുക്കും. അല്ലെ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ഒരൊറ്റ മനസ്സാണ് മലയാള സിനിമയുടെ ആൾക്കാർക്ക്. അപ്പൊ ആരെങ്കിലും ഒരാള് അവരെന്നെ കണ്ടെഴുന്നേറ്റില്ല അവനെ ഇനി മലയാള സിനിമ കാണൂല എന്ന് പറഞ്ഞാൽ മലയാള സിനിമ കാണൂല. അപ്പൊ അതിന്റെ പ്ലസ്സും ആണ് മൈനസും ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം PVR ആൾക്കാർ മലയാള സിനിമ കാണിക്കില്ല എന്ന് പറഞ്ഞപ്പോ വി ഉണ്ണികൃഷ്ണൻ സാർ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ മലയാള സിനിമ PVR ഓടില്ല. ആ വാക്ക് മതി, ഓടില്ല. പക്ഷെ അത് ഒരു വ്യക്തിക്ക് നേരെ ആയാലോ അവിടെയാണ് ആൾക്കാർ അയ്യോ ഇത് പവർ ഗ്രൂപ്പാണോ എന്ന് സംശയിക്കുന്നത്. കാരണം ചിലപ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കില്ല. സിനിമയിലേക്ക് ആദ്യം വരുന്ന ആൾക്കാർക്ക് ഇതിന്റെ ചട്ടവും നിയമവും അറിയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ തന്നെ ഈ പറയുന്നത് ചട്ടത്തിന് വിരുദ്ധമാണ്. കാരണം ഞങ്ങളുടെ സംഘടനയിൽ പറയുന്നുണ്ട് മിസ്കോണ്ടക്ട് എന്ന് പറയുന്നുണ്ട്. മിസ്കോണ്ടക്ട് എന്ന് പറയുന്നത് സംഘടനയെ കുറിച്ച് പറയുന്നത് സംഘടനയ്ക്കകത്തും പുറത്തോ പറയാനും പാടില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ സിനിമ അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ഞാൻ ചെയ്തത് മിസ്കണ്ടക്ട് ആണോ ഇല്ലയോ എന്ന്. 17 പേര് തീരുമാനിക്കും. അപ്പോ നമുക്ക് ഇപ്പൊ സാധാരണഗതിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ സംഘടനയിലെ തലപ്പത്തിരിക്കുന്നവര് നമ്മളെ വിളിച്ചിരുത്തി ഒത്തുതീർപ്പ് പോലെ ഓക്കെ എന്താണ് നിങ്ങളുടെ പ്രശ്നം അപ്പൊ നമുക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കാം. ഇത് ഏതെങ്കിലും ഒരു ചട്ടത്തിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ഒരു വ്യൂ പോയിന്റിനെയോ ആ സമയത്തെ ഒരു പെർസ്പെക്റ്റീവിനെയോ അടിസ്ഥാനപ്പെടുത്തിയ. അപ്പോൾ ആൾക്കാർക്ക് അതിനകത്ത് അനുഭവപ്പെടുന്നവർക്ക് തോന്നാം ഇതൊരു പവർ ഗ്രൂപ്പാണ് എന്ന്. പക്ഷെ ഇതിന് പോസിറ്റീവ് വശങ്ങളുണ്ട്. മലയാള സിനിമയെ തകർക്കാൻ പറ്റാത്തൊരു ഫോമിഡബിൾ ആയിട്ട് മലയാള സിനിമ ഇന്ന് ബോളിവുഡിനെക്കാട്ടി മേളിൽ എത്തുന്നതിന്റെ പിന്നിലും ഈ ഐക്യമാണ്. അപ്പൊ ഇത് എല്ലാം ഒരു എന്താ പറയാ ഇരുതല വാളാണ്. അങ്ങനെ നമുക്കൊരു കറക്റ്റ് ആയിട്ട് ഇത് മോശം ഇതല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് വ്യക്തമാണ്. മനസ്സിലായി. അപ്പൊ നമുക്ക് ഒരു ഐക്യം എന്ന് പറയുന്ന ഇപ്പൊ എല്ലാം ഞാൻ പറയാം മലയാള സിനിമ ഒന്നടങ്കം സങ്കടത്തിലാണ്. നമ്മളിപ്പോ ഒരു സെറ്റിൽ പോകുമ്പോൾ എല്ലാവരും ഭയങ്കര ദുഃഖത്തിലാണ്. കാരണം ആർക്കും ശബ്ദമില്ല, ആരും മിണ്ടുന്നില്ല, ആർക്കും ഒരു സന്തോഷമില്ല. എന്ന് വെച്ചാൽ എല്ലാവരും ഭയത്തിലാണ്. ഞങ്ങളിത് മതിയാക്കി ഇപ്പൊ എല്ലാ ആൾക്കാരും നമ്മളെ ഇപ്പൊ സാധാരണ കോസ്റ്റ്യൂമിലൊക്കെ പിള്ളേർ പറയുക എന്നെ ഇപ്പൊ ആൾക്കാർ കാണുമ്പോ കാണിക്കുന്നതെന്ന്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ ഒരു ക്യാമറമാനെ എന്റെ അമ്മ വിളിച്ചു പറയുവാണേ മതിയാ നിന്റെ സിനിമ വീട്ടിൽ വേടാ. അപ്പൊ അമ്മേ ഞാനിവിടെ എന്ത് ചെയ്തിട്ടാ അവർ മതിയാക്ക് നിന്റെ സിനിമ എന്നൊക്കെ. ഇത് ഒരു ഭയങ്കര വേറെ തരത്തിൽ ഇങ്ങനെ ബാധിക്കുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും. അപ്പൊ അത് പിന്നെ ഭയങ്കര അത് നമ്മൾ ആരും ഉദ്ദേശിക്കുന്നില്ല. ഇതിന്റെ ഒരു എന്താ പറയുക ഒരുപക്ഷെ ഈ ക്ലെൻസിങ്ങിനെ എല്ലാ ഘട്ടത്തിലൂടെയും കടന്നു പോകേണ്ടി വരും മാലാപാർവതി. അതെല്ലാം സംഭവിക്കും. ഇല്ല ഞാനാരെയും കുറ്റപ്പെടുത്തല്ലോ. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ഈ സംഭവങ്ങളുടെ ഈ ക്ലെൻസിങ്ങിന്റെ സമയത്ത് നടക്കുന്ന ഈ എന്താ പറയാ ഈ വിഷമങ്ങളുണ്ടല്ലോ. അപ്പൊ അത് നമ്മുടെ കണ്ണിപ്പെടുന്നത് ഞാൻ പറയുന്നതേ ഉള്ളൂ അത് പറയുമ്പോൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കൂടെ ചേർന്നാണല്ലോ. അപ്പോ എല്ലാവർക്കും ഒരു ദേഷ്യം വരും. ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങളൊന്ന് വെറുതെ ഇരി ഞങ്ങൾ ജീവിച്ചു പോട്ടെ എന്നൊക്കെ പറയാൻ തോന്നും. പക്ഷെ നമ്മുടെ ഉദ്ദേശം മാധ്യമങ്ങളുടെ ഉദ്ദേശം തീർച്ചയായിട്ടും അതല്ല. ഞങ്ങളുടെ ഒന്നും ഉദ്ദേശവും അതല്ല. നമുക്ക് സേഫ് ആയിട്ട് ഒരു സ്പേസ് വന്നാൽ നമുക്ക് ധൈര്യമായിട്ട് വെള്ളം കുടിക്കാൻ പറ്റണം. കാരണം നന്നായിട്ട് വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ മൂത്രം ഒഴിക്കാൻ തോന്നും. അപ്പൊ അതിന് പോകാനൊരു സ്ഥലം വൃത്തിയുള്ളത് വേണം. അത് വളരെ പണ്ട് തന്നെ മാലാപാർവതി പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. എല്ലാ കാലത്തും ഓർമ്മയില്ലേ സ്മൃതി? ഞാൻ എന്നോ പറയാൻ തുടങ്ങി. എനിക്കൊരു ഇരട്ടപ്പേരും ഉണ്ടായിരുന്നു യൂറിനറി ഇൻഫെക്ഷൻ എന്ന്. എനിക്ക് സ്ഥിരം യൂറിനറി ഇൻഫെക്ഷൻ. അപ്പൊ അത് എന്റെ മാത്രം പ്രശ്നമല്ല, ഒരുപാട് പേർക്ക് അങ്ങനെ. അപ്പൊ അത് പിന്നെ അതുപോലെ ഇപ്പൊ പറയുന്നു കാരവനകത്ത് ഒളി ക്യാമറ വെച്ച് എന്തോ ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ്. തല ഇറങ്ങിപ്പോയി രാവിലെ പറഞ്ഞത്. അത് പക്ഷെ അവര് പറഞ്ഞ ഒരു കാര്യം അത് അവര് പറയുമ്പോ തന്നെ ഞാൻ അതിനോട് കുറെ കാര്യം അവരിങ്ങനെ നടന്നു പോയപ്പോ കുറച്ച് ആൾക്കാർ ഇതിങ്ങനെ കണ്ടോണ്ടിരുന്നു. അത് കണ്ടിട്ട് ചിരിച്ചു. അപ്പോഴത്തേക്ക് അവർ എത്തി നോക്കി ഇതൊന്നും പോസിബിൾ അല്ല, ഒന്നും വിശ്വസനീയമേ അല്ല, അങ്ങനെയൊന്നും മലയാള സിനിമയിൽ നടക്കുകയില്ല. കുറെ പേര് ഇങ്ങനെ കണ്ട് ഹസാന്ന് ചിരിച്ചു. അപ്പൊ അവര് പോയി എത്തി നോക്കുമ്പോ അതവിടെ കാണിച്ചു കൊടുത്തതൊക്കെ അതൊക്കെ ഒന്നും ബിലീവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിനകത്ത് എന്തോ സത്യമുണ്ട്.
എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, അറിയില്ല. അത് അന്വേഷണ പരിധി കൊണ്ടുവരണം. അവരെന്താണ് പറഞ്ഞത്, അവരെന്താണ് അവർക്ക് പറയാൻ, അവർക്ക് ടെലിവിഷന് മുമ്പിൽ പറയാൻ വ്യക്തമാക്കാത്ത കാര്യങ്ങൾ അവർ കമ്മിറ്റി പറയണം, അല്ലെ എവിടെയെങ്കിലും ഉത്തരവാദിത്തമുള്ളവരെ അറിയിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ എന്തുമാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് പറഞ്ഞൂടാ. നമ്മള് സിനിമയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ വലിയ 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 കാര്യങ്ങളാണ് പുറത്തോട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം ആരോ ഇങ്ങനെ പറയുന്നതായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേഷം മാറുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒരു ദിവസം വരികയാണ്. അത് മാറ്റം വരണം സ്മൃതി, അത് വന്നേ പറ്റൂ. ക്ലെൻസിങ് ഉണ്ടാവണം. അതിന് പക്ഷെ ഈ ടാർഗറ്റഡ് ആയിട്ട് ഒരാളെ ഉപദ്രവിക്കുകയാണ് എന്നുള്ള തോന്നലല്ലാതെ നമുക്ക് ഒരുമിച്ചിരുന്ന് എങ്ങനെ ഇത് പരിഹരിക്കാം, എല്ലാവരും ചേർന്ന് ഇത് ഞാൻ പറയുന്നത് ഇത് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മൂവ്മെന്റ് ആണ്. ഇന്ന് രാവിലെ NDTV ശോഭാഡേ സംസാരിക്കുന്നത് കേട്ടു. മോഹൻലാൽ പ്രതികരിക്കാത്തതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതെ അത് ഞാൻ പറയുന്നത് ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് നമുക്ക് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വഴക്കമൊന്നും ഇല്ലാതെ നമ്മൾ ഇതിനെ ഭയങ്കരമായി ശുദ്ധീകരിച്ച പുതിയ ഒരു കാര്യമാക്കി നമ്മൾ മാറ്റണം. അത് നമ്മൾ മലയാളികൾ നിലയ്ക്ക് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇപ്പോ കേരളത്തിൽ ബാക്കി ഇന്നലെ ഉർവശി ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നതായിട്ട് ഒരാള്, നീ മലയാള സിനിമ ഏറ്റവും മോശമാണോ? ഒരിക്കലുമല്ല. മലയാള സിനിമ ഒരിക്കലും ഏറ്റവും മോശമല്ല. മലയാള സിനിമ ഒരുപാട് പ്രോഗ്രസീവ് ആണ്. ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് ബേസിലിനെ പോലെ, പിന്നെ പൃഥ്വിരാജിനെ പോലെ, ടോവിയെ പോലെ ഒരുപാട് പേരുണ്ട്. സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ചെറുപ്പക്കാര് പിള്ളേരുണ്ട്. അപ്പൊ അത് അവരൊക്കെ നമുക്ക് ധൈര്യമാണ്. അപ്പൊ ആ ക്ലെൻസിങ് പ്രോസസ്സ് ഏറ്റവും പെട്ടെന്ന് നടക്കാൻ സാധ്യതയുള്ള ഒരു പിന്നെ ഇൻഡസ്ട്രിയാണ് നമ്മുടേത്. നമുക്ക് കന്നഡയെ കുറിച്ച് അറിയാം. അവിടെ ഒരു ഏറ്റവും സൂപ്പർ സ്റ്റാർ ഒരാളെ കൊന്നതിന് ശിക്ഷ അനുഭവിക്കുന്ന അതിന്റെ പ്രശ്നങ്ങളിലാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ക്ലെൻസിങ് പോസിബിൾ ആണ്, ഇവിടെ തിരുത്തൽ പോസിബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് ജീവന് ഒന്നും സംഭവിക്കില്ല, നമുക്ക് പറയാം എന്നുള്ളൊരു ഉറപ്പും കൂടിയുണ്ട് നമ്മുടെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും മുന്നിൽ ഒരു ചാമ്പ്യനായി മാറാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ പുതിയ കാര്യങ്ങൾ ഹേമ കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞ കാര്യങ്ങളെ എല്ലാം നടപ്പിലാക്കാനും ഒരുമിച്ച് നിൽക്കാനും പറ്റുന്ന ഒരു പുതിയ വഴി തുറക്കട്ടെ. തീർച്ചയായും അങ്ങനത്തെ ഒരു പ്രതീക്ഷ തന്നെ നമുക്ക് വെക്കാം. മോഹൻലാലിന് പറ്റുന്ന കാര്യങ്ങൾ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നു, അതിലപ്പുറം പറയാനുള്ള ശേഷി അദ്ദേഹത്തിനില്ല എന്ന് അദ്ദേഹം തുറന്നു തന്നെ പറഞ്ഞിരിക്കുകയാണ്. വളരെ നന്ദി മാലാ പാർവതി, വളരെ ദീർഘമായി തന്നെ പ്രതികരിച്ചതിന്. ഏതായാലും